മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. സത്യമായി തന്നെ വിളിച്ചിടുമ്പോൾ നിത്യജീവൻ താനരുളിടുമേ. സത്യമായി തന്നെ വിളിച്ചിടുമ്പോൾ നിത്യജീവൻ താനരുളിടുമേ. തന്നെ സ്നേഹിക്കുമേവരെയും ദയയാൽ അവൻ പരിപാലിക്കും. നിന്റെ നീതിയെ ഘോഷിച്ചിടും, നിന്റെ നന്മയെ ഓർമ്മിച്ചിടും. നിന്റെ നീതിയെ ഘോഷിച്ചിടും, നിന്റെ നന്മയെ ഓർമ്മിച്ചിടും. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവനെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ പ്രഭാതവന്ദനം, സ്നേഹവന്ദനം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തണങ്കൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. ഇവിടെ വിശ്വാസികളെ കുറിച്ചും പത്രോസ് ഈ ലേഖനം എഴുതുന്ന വിശ്വാസികൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം ലഭിക്കുന്ന പ്രയോജനത്തെക്കുറിച്ചും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് എങ്ങനെയുള്ളവനാണ് എന്നും പറയുന്നു. അതുപോലെ തന്നെ അവിശ്വാസികളായ ആളുകൾക്ക്, യഹൂദന്മാരായി കർത്താവിനെ തള്ളിക്കളഞ്ഞവർക്ക്, അതുപോലെ തന്നെ ജാതികളായി കർത്താവിനെ തള്ളിക്കളഞ്ഞവർക്ക് കർത്താവ് എങ്ങനെയുള്ളവനാണ്, അവർക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, ഈ 2 കാര്യങ്ങളാണ് പത്രോസ് പറയുന്നത്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. എന്താണ് ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അർത്ഥം? 3 കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ വ്യക്തിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുക, കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട് ബോധ്യമായി തീരുക. രണ്ടാമതായിട്ട് ആ ബോധ്യമായിത്തീരുന്ന ദൈവിക വെളിപ്പാടിന് അനുസരിച്ച് ജീവിതത്തെ സമർപ്പിക്കുക. മൂന്നാമതായിട്ട് അത് അനുസരിക്കുക. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സ്പർജൻ പറഞ്ഞു, ആത്മാവിന് ദൈവകൽപ്പന അനുസരിക്കുവാനുള്ള കാലുകളാണ് വിശ്വാസം. വിശ്വാസമായ കാലുകൾ ഉപയോഗിച്ച് ആത്മാവ് ദൈവകൽപ്പന അനുസരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക എന്നുള്ളത് വലിയ ദൈവകൃപയുടെ പ്രവർത്തന ഫലമാണ്. വിശ്വാസത്തെക്കുറിച്ച് മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്: ചെറിയ വിശ്വാസം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും, എന്നാൽ വലിയ വിശ്വാസം സ്വർഗത്തിന്റെ അനുഭവം നിങ്ങളുടെ ആത്മാവിൽ അനുഭവിക്കാൻ കഴിയും. വിശ്വാസത്താലാണ് വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയുന്നത്. വിശ്വാസത്താൽ വിശ്വാസവീരന്മാർ അവർ രാജ്യങ്ങളെ കീഴടക്കി, ശത്രുക്കളുടെ മേൽ ജയം നേടി, അവർ വൻ കാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ഇടയായി. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഓരോ ചുവടും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഇങ്ങനെയുള്ള വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ആരാൾ? നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുന്നവർക്ക് കർത്താവിലുള്ള വിശ്വാസം മൂലം ഒരു മാന്യത, ഒരു മൂല്യം ലഭിക്കുകയാണ്. വിശ്വസിക്കുന്നവരെ വിലമതിക്കുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കുന്നവരെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നിൽ വിശ്വസിച്ചവരോട് കർത്താവ് പറഞ്ഞല്ലോ. വിശ്വസിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന, വിശ്വസിക്കുന്നവരെ ആദരിക്കുന്ന, വിശ്വസിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവുണ്ട്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവരൊക്കെ വിശ്വസിക്കുന്നവർക്ക് ദൈവം ഒരു പ്രതിഫലം നൽകുന്നു, ഒരു മാന്യത നൽകുന്നു.
ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് കർത്താവ് വിലയേറിയവനാണ്. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വലിയ സ്ഥാനം ജീവിതത്തിലുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ്. അവിടുത്തെ ആ നാമം ഏറ്റവും വിലയേറിയ നാമമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ്. അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ഗുണഗണങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ്, വിലയേറിയതാണ് എന്നുള്ളത് നമുക്കറിയുവാനായിട്ട് സാധിക്കും. മാത്രമല്ല അവിടുത്തെ ആ വചനങ്ങൾ, അവിടുത്തെ ആ പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയവനായിട്ട് കർത്താവിനെ കാണുന്നുണ്ടോ? സലോമി പറയുന്നുണ്ട്, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ, 10,000 അതിശ്രേഷ്ഠൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായി കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അവിടുന്ന് ഏറ്റവും വിലയേറിയവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും വിലയേറിയവനായി കർത്താവിനെ കണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകണം. അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥ. വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കർത്താവല്ലാതെ മറ്റാരും അവരുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. അവിടുത്തെ ശ്രേഷ്ഠതയാണ് അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. അവിടുത്തെ നാമമാണ് അവരുടെ ആശ്രയം. എന്നാൽ വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചും ഇരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ആരാണ് വിശ്വസിക്കാത്തവർ? അവിടെ തടഞ്ഞ് പറയുകയാണ്, താഴെ 8-ാം വാക്യത്തിൽ പറയുന്നു, അവർ വചനം അനുസരിക്കായാൽ. അപ്പോൾ വിശ്വാസം എന്നുള്ളത് അനുസരണത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവർ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ ക്രിസ്തുവിനെ അറിഞ്ഞില്ലെന്നോ, ക്രിസ്തുവിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയില്ലെന്നോ, ക്രിസ്തുവിനെ കുറിച്ച് ബോധ്യമായില്ലെന്നോ അല്ല, അവർ വചനം അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വചനം അനുസരിക്കുകയാണ്. ആ വചനം അനുസരിക്കാത്തവർക്ക് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ. യഹൂദന്മാർക്ക് യേശു കർത്താവ് തള്ളിക്കളഞ്ഞ കല്ലായിപ്പോയി. എന്താ കാരണം? അവർ പ്രതീക്ഷിച്ചിരുന്ന മശിയല്ല, ക്രൂശിൽ മരിച്ച ഒരു കർത്താവിനെ അല്ല അവർ പ്രതീക്ഷിച്ചിരുന്നത്. അവർ ഒരു യുദ്ധവീരനായ കർത്താവിനെയാണ്, ഒരു താഴ്മയുള്ള വിനയമുള്ള കർത്താവിനെ ആയിരുന്നില്ല അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, ഒരു യുദ്ധവീരനെയാണ്. മാത്രമല്ല യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടുള്ള ഒരു ജീവിതം അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വചനം അനുസരിച്ചുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ അവർ തള്ളിക്കളഞ്ഞ കല്ലായി കർത്താവ് തീർന്നു. എന്നാൽ ആ മൂലക്കല്ലായിട്ട് മാറി, സഭയുടെ മൂലക്കല്ലായി തീർന്നു. ദൈവത്തിന് മുമ്പിൽ കർത്താവ് അടിക്കപ്പെട്ട കല്ലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടർച്ചക്കല്ലായി തീർന്നു. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ മൂലക്കല്ല്, അടിസ്ഥാനക്കല്ല്, സഭയെ നിലനിർത്തിയിരിക്കുന്നത് കർത്താവാണ്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇടർച്ചക്കല്ലായും തടങ്കൽപ്പാറയുമായി തീർന്നിരിക്കുകയാണ്. അവരെ തകർത്ത് കളയുന്നതായ ഒരു കല്ലായിട്ട്, ഇടർച്ചയായിട്ട്, രക്ഷിക്കപ്പെടാൻ ഒരു തടസ്സമായിട്ട് അവർക്ക് തീർന്നിരിക്കുകയാണ്. മാത്രമല്ല അവരാ ഇടർച്ച അവരെ നിത്യമായ നരകത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവരുടെ അവിശ്വാസം നിമിത്തം, ആ കർത്താവിലുള്ള അവിശ്വാസം നിമിത്തം അവർ നരകത്തിലേക്ക് പോകുന്നു. മാത്രമല്ല തടങ്കൽപ്പാറയായി തീർന്നിരിക്കുന്നു. നന്മയിലേക്ക്, ദൈവത്തിലേക്ക്, ദൈവത്തെ കണ്ടുമുട്ടുന്നതിന്, സ്വർഗത്തിലെത്തുന്നതിന് അവരുടെ അവിശ്വാസം നിമിത്തം ക്രിസ്തു ഒരു തടങ്കൽപ്പാറയായി തീർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കാണ് അവൻ മൂലം രക്ഷയുള്ളത്, നിത്യജീവനുള്ളത്, സ്വർഗമുള്ളത്. അവർ വചനം അനുസരിക്കായാൽ ഇടറിപ്പോകുന്നു. അങ്ങനെ ഇടറിപ്പോകാനുള്ള കാരണം അവർക്ക് വചനം അനുസരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനവരെ വെച്ചുമിരിക്കുന്നു. അവർ അപ്പോയിന്റഡ് ആണ്, അവർ നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം അവരെ നിയമിച്ചതല്ല, ദൈവം ആരെയും നരകത്തിലേക്ക് വിടാൻ നിയമിച്ചിട്ടില്ല. പക്ഷേ അവരുടെ സ്വന്തം അവിശ്വാസം നിമിത്തം അവർ നരകത്തിലേക്ക് തള്ളപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാം. നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. വിശ്വസിക്കുന്ന നാമല്ലോ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ശ്രദ്ധയോടെ ഓടാം.
അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. അവിശ്വാസികളായിട്ട് ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് യേശുക്രിസ്തു ഒരു തടങ്കൽപ്പാറയായി തീർന്നിരിക്കുന്നു, ഒരു ഇടർച്ചക്കല്ലായി തീർന്നിരിക്കുന്ന നരകത്തിലെത്തുവാൻ ഇടയുണ്ട്. അതൊരു അവിശ്വാസം വിട്ട് വിശ്വാസത്തിലേക്ക് വന്ന് യേശുക്രിസ്തു എന്ന മൂലക്കല്ലിൽ പണിയപ്പെടുവാൻ കർത്താവ് വിശ്വസിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്റെ ദൈവമാ